ഹലോ ഫ്രണ്ട്സ്, സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റാണ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. താറാവ് 1.5 കിലോഗ്രാം വലിയ പീസായിട്ട് തൊലിയോട് കൂടിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കുരുമുളക് പൊടി 2.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 12 എണ്ണം സ്ലൈസ് ചെയ്തത്, സവാള 2.5 കപ്പ് നീളത്തിലരിഞ്ഞത്, 1/2 കപ്പ് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, പച്ചമുളക് 4 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചി 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില 3 തണ്ട്, പൊട്ടറ്റോ ഫ്രൈ ചെയ്തിടാൻ വേണ്ടി നീളത്തിൽ കട്ട് ചെയ്തത് 1 വലുത്, വെള്ളം 1 കപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ലെമൺ 1/2 പീസ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില 1 തണ്ട്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് സോൾട്ട്, 1 കപ്പ് വെള്ളം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് തുടങ്ങാം. ഇത് 1/2 മണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ താറാവ് അധികം മൂത്തതല്ല. മൂത്ത താറാവാണെങ്കിൽ ഡെഫിനറ്റ്ലി കുക്കർ തന്നെ വേണം, കുക്കറിൽ വെച്ച് വേവിക്കണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. നമുക്കിത് തുറന്നു നോക്കാം. താറാവ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തീ നമുക്കിനി ഓഫ് ചെയ്യാം. ഈ വെന്ത താറാവ് ഓരോ പീസും എടുത്ത് ഷാലോ ഫ്രൈ ചെയ്യണം. ഡക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഡക്ക് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യണം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൈ ചെയ്യാനുള്ള ഡക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം. ഇതായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് എടുക്കാറായിട്ടുണ്ട്. ഓരോ പീസുകളും ഈ പേപ്പർ ടവലിട്ട് പാത്രത്തിലോട്ട് നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാ ഡക്കിൻ്റെ പീസുകളും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പാൻ വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക.
ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടിളക്കുക. മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണം. അതിന് കുറച്ച് മൂപ്പ് അധികമുണ്ട്. അതുകൊണ്ട് മല്ലിപ്പൊടി ആദ്യം ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. മല്ലിപ്പൊടിയുടെ മൂത്ത മണം വരുന്നുണ്ട്. അതിനുശേഷം ഇതിലോട്ട് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് യോജിപ്പിക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. മസാല എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് തിന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പൊട്ടറ്റോയും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സവോള നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം. ഈ സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കാണ് എടുക്കേണ്ടത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് പേപ്പർ ടവലിട്ട പാത്രത്തിലോട്ട് കോരാം. ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പേപ്പർ ടവലിട്ട പാത്രത്തിലോട്ട് കോരാം. നമ്മുടെ സ്വാദിഷ്ടമായ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഉള്ളിയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഓൺ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.